ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ വീണ്ടും നിറച്ചാർത്തണിയുന്നു. പൂരത്തിനു ശേഷം ഒരിക്കൽ കൂടി വീണ്ടും ഈ തൃശ്ശൂർ റൗണ്ട് ശക്തൻ തമ്പുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന രീതിയിൽ തന്നെ ആ നഗരഹൃദയത്തിൽ ഈ രീതിയിൽ പുലികൾ ഇറങ്ങിയിരിക്കുന്നു. പുലിമടയിൽ നിന്നും ഇപ്പോൾ പുലികളെല്ലാം നഗരത്തിലേക്ക് വന്നിരിക്കുന്നു. സർപ്രൈസുകൾ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് ഓരോ ദേശക്കാരും പറയുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ അത്തരം സർപ്രൈസ് പുലികൾ നഗരത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോഴായിരിക്കും മേളം ഒന്ന് കൊഴുക്കുക. ഈ പതിഞ്ഞ താളമാണെങ്കിൽ കൂടി പുലികൾ വലിയ ഉഗ്ര വീരത്തിലുള്ള പുലികളത്തോടുകൂടി തന്നെ കളറാകെ മാറും എന്നാണ് ദേശക്കാർ പറയുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, 2 മെലിഞ്ഞ പുലിയുണ്ട്, ഒരു വലിയ വയറൻ പുലിയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യത്തോടെയുള്ള ഒരുപാട് പുലികളെ ഇവിടെ കാണാൻ കഴിയുന്നു. ഇത്തവണത്തെ ചില പ്രത്യേകതകൾ നേരത്തെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ പറഞ്ഞു. ചില സർപ്രൈസുകൾ ഇതുവരെ തൃശ്ശൂർ പുലികളിൽ കാണാത്ത ചില പ്രത്യേക പുലികൾ ഇത്തവണ ഇറങ്ങിയിട്ടുണ്ട്. അതിനായി കാത്തിരിക്കൂ എന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നത്. ഒരു ദേശം മുഴുവൻ തൃശ്ശൂർകാർ മൊത്തം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പുലികളി, അതിന്റെ സാംസ്കാരിക തനിമ ചോരാതെ തന്നെ ഇത്തവണയും നടത്തുന്നു എന്നുള്ളതാ മറ്റൊരു പുലിയാട്ടം. താളം മാറുന്നു. ആംബിയൻസ് റിപ്പോർട്ടർ പുലി സുർജിത്ത് അയ്യപ്പത്ത് അവിടെ തെക്കേഗോ നടക്കുന്ന സമയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുർജിത്ത് പുലി, എന്താണ് അവിടുത്തെ പുലിയാരവം? പുലിമടയിൽ നിന്നും എല്ലാ പുലികളും ചാടി പുറത്തിറങ്ങിയിട്ടുണ്ടോ? ചിലരെങ്കിലും ഇപ്പോഴും അവിടെ പതുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും സർപ്രൈസുകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, തീർച്ചയായും വലിയ ആവേശത്തിലാണ് തൃശ്ശൂരിന്റെ നഗരമധ്യം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലായിടത്തുനിന്നുള്ള പുലികൾ ഈ നഗരമധ്യത്തിലേക്ക്, അതായത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് തെക്കേ ഗോപുരത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഈ നഗര കേന്ദ്രത്തിൽ താളം ഇട്ട് കളിക്കുന്നത് അത് വെളിയന്നൂർ ദേശമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വെളിയന്നൂർ ദേശം പുലിവേഷം ഇവിടേക്ക് എത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തായാലും അതിന്റെ ഒരു കാഴ്ച, ഒരു കുട്ടിപ്പുലികളുണ്ട്, വിവിധ തരത്തിലുള്ള ഫ്ലൂറസൻ പുലികളുണ്ട്, മറ്റ് തരത്തിലുള്ള വൈവിധ്യമാർന്ന തരത്തിലുള്ള പുലികളുണ്ട്. എന്തായാലും വെളിയന്നൂർ ദേശത്തിന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അത് മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും യാത്ര തുടങ്ങുകയാണ്. അതായത് അതൊരു 1.5 യാത്രയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. പുലികളി സംഘങ്ങൾ ഒന്നൊന്നായി കടന്നു വരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇനി ഓരോരോ സംഘങ്ങളായി എത്തും. കുട്ടംകുളങ്ങര ദേശമുണ്ട്, യുവജന സംഘം വിയൂരിൽ നിന്നുള്ള സംഘമാണ്. കഴിഞ്ഞ തവണ കപ്പടിച്ച ടീമാണ് വിയൂർ ടീം. അതോടൊപ്പം ശങ്കരംകുളങ്ങര ദേശം, അതോടൊപ്പം അയ്യന്തോൾ ദേശം അതിന് തൊട്ട് മുമ്പ് കപ്പടിച്ച ടീമാണ്. ചക്കാമുക്ക് ദേശം, സീതാറാം മിൽ ദേശം, നായക്കനാൽ ദേശം, പാട്ടുരാക്കൽ ദേശം തുടങ്ങി അങ്ങനെ 9 ടീമുകളാണ് ഈ പുലികളിയുടെ ഭാഗമാവുന്നത്. ചെണ്ടയിൽ ഇടംതലയും വലംതലയും ഒപ്പം തന്നെ ഇലത്താളവും മേളമായി പെയ്തിറങ്ങുന്ന ആ ഒരു കാഴ്ച, അതൊരു കാതിനും കണ്ണിനും കുളിർ പകരുന്ന കാഴ്ചയാണ്. ഇതിലാണ് ഇങ്ങനെ പുലിച്ചുവടുകളുമായി സംഘങ്ങൾ 51 പേരടങ്ങുന്ന പുലിസംഘങ്ങൾ ഓരോ സംഘത്തിലുമുണ്ട്. അങ്ങനെ 9 ടീമിൽ 450-ലേറെ പുലികൾ ഇവിടെ സ്വരാജ് റൗണ്ടിനെ ത്രസിപ്പിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതൊരു നയനാനന്ദകരമായ കാഴ്ചയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പൂരം കഴിഞ്ഞാൽ പുലികളി കഴിഞ്ഞാൽ പൂരം, അത് വലിയ ആവേശകരമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച തന്നെയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വലിയ ആഘോഷപൂർവ്വം, ഒരുപക്ഷെ തൃശ്ശൂരിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു നഗരത്തിനും ഇങ്ങനെ ദേശങ്ങൾ എന്നുള്ള തരത്തിൽ ഉണ്ടാകില്ല. ആ ദേശം വലിയ രീതിയിൽ നഗരത്തിൽ നടക്കിയ സമീപത്താണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.